നമ്മൾ പലപ്പോഴും ക്ലയൻറ്റ് വർക്ക്സ് അല്ലെങ്കിൽ വെഡ്ഡിങ് ഫോട്ടോസ് അല്ലെങ്കിൽ പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ചെറിയൊരു സ്ലൈറ്റ് മിസ്റ്റേക്കാണ് പ്രോപ്പറായിട്ട് നമുക്ക് ചിലപ്പോൾ സ്കിൻ ടോൺ കിട്ടാറില്ല. അതല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസിലെ ഡ്രസ്സിൻ്റെ കളറൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനലായിട്ട് കാണുന്ന കളറായിരിക്കില്ല പലപ്പോഴും നമ്മൾ എടുക്കുന്ന ഫോട്ടോയിൽ കാണുന്ന കളർ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ വൈറ്റ് ബാലൻസും അതുപോലെ തന്നെ കളർ ടോണിങ്ങും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ക്യാമറയ്ക്കകത്ത് പ്രോപ്പറായിട്ട് കളർ ടോൺ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പുതിയതാണെങ്കിൽ എൻ്റെ പേര് ഓസ്റ്റിൻ. ഈ ഒരു ചാനൽ നമ്മൾ ഫോട്ടോഗ്രാഫിയും അതുപോലെ തന്നെ ഫിലിം മേക്കിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കളർ ടോണിങ് സെക്ഷനിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്താണ് വൈറ്റ് ബാലൻസ് എന്നും നമ്മൾ വൈറ്റ് ബാലൻസ് എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാമെന്നും നമ്മൾ പഠിക്കണം. വൈറ്റ് ബാലൻസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മളൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ അതിലേതെങ്കിലും ഒരു വൈറ്റ് കളർ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ വൈറ്റ് കളറിന് നമ്മുടെ ഫോട്ടോയിൽ നമ്മൾ പ്യൂർ വൈറ്റ് ആയിട്ട് തന്നെ കാണിക്കുന്നതിനാണ് നമ്മൾ വൈറ്റ് ബാലൻസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒറിജിനലായിട്ട് ആ ഒരു സബ്ജക്റ്റിനെ വൈറ്റ് കളറായിരിക്കും, പക്ഷെ നമ്മുടെ ഫോട്ടോയിൽ ചിലപ്പോൾ അത് എത്തുമ്പോൾ ഒരു ബ്ലൂയിഷ് വൈറ്റോ അല്ലെങ്കിൽ ഒരു ഓറഞ്ചിഷ് വൈറ്റോ, അതായത് ആ വൈറ്റിൻ്റെ ഒറിജിനൽ ടോൺ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഫിക്സ് ചെയ്യുന്നതാണ് വൈറ്റ് ബാലൻസ്. നമ്മുടെ ചാനലിൽ ഓൾറെഡി വൈറ്റ് ബാലൻസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ, ആ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് കസ്റ്റമായിട്ട് വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യുമെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി കസ്റ്റമായിട്ട് വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യാനായിട്ട് അറിയുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് വീഡിയോയിലോട്ട് പ്രൊസീഡ് ചെയ്യാം. നമ്മൾ പ്രോപ്പറായിട്ട് വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ കളർ ടോണിങ് സെക്ഷനിലോട്ട് പോകാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മെനു സെക്ഷനിലോട്ട് പോകാം. വൈറ്റ് ബാലൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കസ്റ്റമായിട്ട് വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ ആ ഒരു കൺട്രോൾ വീൽ ഉണ്ടാവില്ല നമ്മുടെ ക്യാമറയിൽ, അത് നമ്മൾ റൈറ്റിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ ടോണിങ്ങിൻ്റെ ആ ഒരു ഗ്രാഫ് അവിടെ വരുന്നത് കാണാനായിട്ട് സാധിക്കും. നമ്മൾ സോണി ക്യാമറ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ക്രീനിനെ ബോട്ടം റൈറ്റ് കോർണറിലായിട്ട് നമുക്ക് ആ ഒരു കളർ ചാർട്ട് കാണാനായിട്ട് പറ്റും. നിങ്ങൾ ക്യാനൺ യൂസർ ആണെന്ന് വെച്ചാൽ നമ്മുടെ ആ സ്ക്രീൻ ഫുള്ള് ആ ഒരു വലിയ ഗ്രാഫ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഗ്രാഫ് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ലെഫ്റ്റിൽ നമുക്ക് ഗ്രീൻ കളർ ആയിരിക്കും, അവിടുന്ന് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ യെല്ലോ, താഴോട്ട് വന്നു കഴിഞ്ഞാൽ റെഡ് അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളർ ഉണ്ടായിരിക്കും, അവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ബ്ലൂ കളർ ആയിരിക്കും. അപ്പോൾ ഈ 4 കളറാണ് നമ്മുടെ ആ ഒരു ഗ്രാഫിനകത്ത് കാണാനായിട്ട് പറ്റുക. സെൻറ്ററിലായിട്ട് നമുക്കൊരു ഡോട്ടും കാണാനായിട്ട് പറ്റും. നമ്മൾ വൈറ്റ് ബാലൻസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ എടുക്കാൻ നേരം നമ്മുടെ സബ്ജക്റ്റിലോട്ട് നമ്മൾ എക്സ്റ്റേണലായിട്ട് കൊണ്ടുവരുന്ന ഓരോ ലൈറ്റ് കാരണം നമ്മുടെ ആ ഒരു സബ്ജക്റ്റിൻ്റെ ഒറിജിനൽ ടോൺ നഷ്ടപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു കളർ ടോൺ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒറിജിനലായിട്ടുള്ള സ്കിൻ ടോണൊക്കെ നമുക്ക് സെറ്റാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ ആ ഒരു ഡോട്ട് നമുക്ക് ഓരോ ആംഗിളിലോട്ട് നീക്കി കഴിഞ്ഞാൽ നമ്മുടെ ടോണിങ് അതിനനുസരിച്ച് മാറുന്നത് കാണാൻ പറ്റും. നമ്മൾ ആ ഒരു കൺട്രോൾ വീൽ ഉപയോഗിച്ച് നമ്മുടെ ആ ഡോട്ട് നമ്മൾ ഓരോ കളർ എടുക്കുന്ന കറസ്പോണ്ടൻ്റ് ആംഗിളിലോട്ട് നമ്മൾ നീക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കളർ ടോൺ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന നേരം നമുക്ക് സ്കിൻ ടോണിൽ ചെറുതായിട്ട് ഒരു ഗ്രീൻ ടോണാണ് കയറിയെന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഫിക്സ് ചെയ്യാനായിട്ട് ആ ഒരു ഡോട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമ്മൾ കൊണ്ടുവരാം. ഇനി എടുക്കുന്ന ഫോട്ടോയിൽ ഒരു റെഡ് ടോണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഡോട്ട് നമ്മൾ റെഡ് കളർ എടുക്കുന്നതിൻ്റെ ഓപ്പോസിറ്റിലോട്ട് കൊണ്ടുപോകാം. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ കളർ ടോൺ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ കളർ ടോൺ സെറ്റ് ചെയ്യാതെ എടുക്കുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മൾ ഓരോ കളർ ടോണിൽ എടുക്കുന്ന ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കിൻ ടോൺ നമ്മുടെ ഫോട്ടോസിൽ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ സംഭവം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി സ്വന്തമായിട്ട് മാസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കളർ ടോൺ ഫിക്സ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുള്ള കാര്യം അറിയാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ മെയിനായിട്ട് സബ്സ്ക്രൈബേഴ്സായിട്ട് കണക്ട് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഡെയിലി എല്ലാവർക്കും നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസ് ഷെയർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫേവറേറ്റ് ഫോട്ടോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഫോട്ടോ ആണ്. ഇത് ഫോട്ടോ എടുത്തിരിക്കുന്ന ക്രിയേറ്ററിൻ്റെ പേര് ഞാൻ അടിയിൽ കൊടുക്കാം, അതുപോലെ തന്നെ ആളുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കറൻ്റ്ലി നമ്മുടെ ഗ്രൂപ്പ് ഫുള്ളായിരിക്കുകയാണ്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഗ്രൂപ്പ് തുടങ്ങുന്ന നേരത്ത് ഒരിക്കലും ഞാൻ ഈ ഗ്രൂപ്പ് ഫുള്ളാവുന്ന രീതിയിൽ ആൾക്കാരതിൽ വരുന്നത് വിചാരിച്ചില്ല. നമ്മളോട് അത്ര ഇഷ്ടമുള്ള കുറച്ച് പേരായിരിക്കും ഞാൻ ഗ്രൂപ്പിൽ ഉണ്ടാവുന്നതാണ് വിചാരിച്ചത്. പക്ഷേ നല്ല സപ്പോർട്ടുണ്ട്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ട്. എല്ലാവരും അത്യാവശ്യം ആക്റ്റീവായിട്ട് തന്നെ ചാലഞ്ചുകളിലും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് തന്നെ പുതിയൊരു ഗ്രൂപ്പ് തുടങ്ങുന്നതായിരിക്കും. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി നിങ്ങളെല്ലാവരും അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി പുതിയൊരു വീഡിയോയിൽ ഇനി കാണാം. അതൊരു ബൈ, പീസ്.